മഹർഷിമാർക്ക് പരിമിതികളുണ്ട്. ഏതൊരു തത്വചിന്തകനും ഈ സത്യത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ഈ പരിമിതികളുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ സൂക്ഷ്മ തത്വത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ശ്രോതാക്കളും അനുവാചകരും ദയവായി ശ്രദ്ധിച്ചാൽ കൊള്ളാം. അല്ലാതെ ആ വാക്കുകളിൽ കടിച്ചു തൂങ്ങരുത്. വാക്കിലൂടെ വിവരിക്കപ്പെടുന്നത് വാക്കിനതീതമായ സത്യമാണ്. വാക്കിനതീതമായ ഒന്നിനെ വാക്കിലൂടെ വിവരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ കണസിദ്ധാന്തം ഒരിക്കലും യുക്തിക്ക് നിരക്കുന്നതല്ല. ശശശൃംഗത്തെ വില്ലാണ് എന്ന് പറയുന്നത് പോലെയാണ്. ശശശൃംഗം മുയലിൻ്റെ കൊമ്പ്. മുയലിന് കൊമ്പില്ല, അങ്ങനെ ഒരു സാധനമില്ല. നിങ്ങൾ ലോകം മുഴുവൻ അന്വേഷിച്ചാലും മുയലിൻ്റെ കൊമ്പോ കുതിരയുടെ കൊമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം കൊമ്പില്ലാത്ത ജീവികളാണ് ഈ മുയലും കുതിരയും. അപ്പോൾ ഇല്ലാത്ത ഒന്ന്, അസത്തായ ഒന്ന്, അതെങ്ങനെ ഉള്ള പ്രപഞ്ചത്തിൻ്റെ കാരണമാകും? പ്രപഞ്ചം സത്യമാണ് എന്നാണല്ലോ എല്ലാവരും കരുതി ജീവിക്കുന്നത്. പരമാണു സമൂഹശ്ചേത് സംഭൂയ കുരുതേ ജഗതേ യദൃച്ഛയൈവ തമസി ശീര്യതേ ച യദൃച്ഛയാ. ഇനി പുതിയൊരു വാദം ഉന്നയിക്കുകയാണ്. ഓക്കെ, പരമാണു സമൂഹങ്ങളെ ഉപയോഗിച്ച് പരമാണുക്കളെ തമ്മിൽ ചേർത്ത് ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയില്ല. ഓക്കെ, എന്തുകൊണ്ട് ഈ പരമാണുക്കൾ പരസ്പരം സംയോജിച്ചുകൂടാ? അതാണല്ലോ നമ്മുടെ ആധുനിക രസതന്ത്രം പറയുന്നത്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു. സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ്, ഉപ്പ് എന്നറിയപ്പെടുന്ന ആ വെളുത്ത വസ്തു ഉണ്ടാകുന്നു. അതും ഇതും ചേർന്ന് പുതിയ ഒന്ന് ഉണ്ടാകുന്നു. ഇത് വിഘടിച്ച് 2 എണ്ണമോ അല്ലെങ്കിൽ 3 എണ്ണമോ ആയി മാറുന്നു. ഇതല്ലേ ഉള്ളൂ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. 108 മൂലകങ്ങളോ 109 മൂലകങ്ങളോ, അതിനൊരു പീരിയോഡിക് ടേബിളൊക്കെ ഉണ്ടായ ആവർത്തന പട്ടിക. അതിൽ ഹൈഡ്രജന് നമ്പർ 1, ഹീലിയത്തിന് 2, ലിഥിയത്തിന് 3, ബേറിയം 4, നൈട്രജൻ 5, 6 ഏതാണ്? ഏതോ ഒരു ഭണ്ഡാരം. എന്തായാലും ഇല്ലാത്തതാണ്. ഈ 108 109 മൂലകങ്ങളും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ഇതിനെയൊക്കെ ഒരു പട്ടികയുടെ രൂപത്തിൽ അറേഞ്ച് ചെയ്ത് അതിനെയൊക്കെ നമ്മുടെ അധ്യാപകന്മാർ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളും പഠിച്ച് കുറേയൊക്കെ മനസ്സിലാക്കി അതിലേറെ കാണാപ്പാഠം പഠിച്ച് എഴുതി മാർക്ക് വാങ്ങി ഉദ്യോഗത്തിൽ കയറി കുറേ കാലം സർവീസ് ചെയ്ത് അവസാനം ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് പെൻഷനും വാങ്ങി ചൊറിയും കുത്തി ഇരിക്കുന്ന എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കാര്യമല്ല. നിങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും. ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചു, മാനനഷ്ട കേസ് വരെ നിങ്ങൾ ഫയൽ ചെയ്യും. എൻ്റെ കാര്യമാണ്, എന്നെ പോലെയുള്ളവരുടെ കാര്യമാണ്. അന്തിമമായി നമ്മൾ ഈ ലോകത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? കഴമ്പായി, പ്രയോജനപ്രദമായി, സാർത്ഥകമായി, സഫലമായി ജീവിതത്തിന് ഉതകുന്ന എന്താണ് ഇവിടെ മനുഷ്യർ ചെയ്യുന്നത്? ഒന്നുമില്ല എന്ന് വളരെ വ്യസനത്തോടു കൂടി പറയേണ്ടി വരും. കുറേ തിന്നു, കുറേ കുടിച്ചു, കുറേ ആഹ്ലാദിച്ചു, കുറേ ആസ്വദിച്ചു, അവസാനം ക്ഷീണിച്ചു, അവസാനം മരിച്ചു. എന്ത് പ്രയോജനം? കൂട്ടിലിരുന്നീ നാട്ടിൽ മരിക്കാൻ കൂട്ടാക്കുന്നു കൂടിന് നീ. കൂട്ടിനമൂല്യമിരിപ്പൂ കൂട്ടിൽ കൂട്ടാക്കുന്നില്ലൊട്ടും നീ. പൂർണ്ണാനുഭൂതിയിലെ ഒരു ശ്ലോകമാണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞാലെന്താ? നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്നുമല്ല, കഴിഞ്ഞ 10 കൊല്ലത്തെ പ്രഭാഷണങ്ങളുടെ CD കേട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരേ കാര്യം തന്നെയാണ്.
പുതിയതൊന്നും പറയാനില്ല. തിരയും കുമളയും, മരുഭൂമിയും കാനൽ ജലവും, സ്വർണവും സ്വർണ്ണാഭരണങ്ങളും, മണ്ണും കുടവും, കയറും പാമ്പും, സ്വപ്നദ്രഷ്ടാവും സ്വപ്നവും, ഇതല്ലാതെ വേറെ എന്തോ ഉണ്ട് സാർ എന്ന് ഇത് തന്നെയാണല്ലോ പറയുന്നത് എന്ന് എന്നോടല്ല ബാലകൃഷ്ണൻ നായർ സാറിനോട് ചോദിച്ച ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പരസ്പരം സംഭാഷണം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് പാസ്സാക്കിയ ആൾക്കാരുണ്ട്. സാർ എന്ന് ഇത് തന്നെയാണല്ലോ, ഇതെന്തിനാണ് നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്നത്? സാറിന് പറയാനുള്ളത് വേദാന്തത്തിൽ പറയപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ പുതിയ ഉദാഹരണം ഒന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഞാൻ എത്ര പ്രാവശ്യം പറയുന്നു എന്നുള്ളതല്ല. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? ഗുട്ടൻസ് പിടികിട്ടിയോ എന്ന് ഇതിൻ്റെ ഈ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലായോ? എന്ത്? നാമരൂപങ്ങൾ കള്ളം, നാമരൂപങ്ങളായി കാണപ്പെടുന്നത് സത്യം. അതിന് നാമരൂപങ്ങളില്ല. അതുകൊണ്ട് നാമരൂപങ്ങൾ നശിച്ചാലും ആ തത്വം നശിക്കുന്നില്ല. അത് ഉണ്ടാകാത്തതാണ്, വളരാത്തതാണ്, ജീർണിക്കാത്തതാണ്, നശിക്കാത്തതാണ്. ഈ സ്വഭാവങ്ങളോട് കൂടിയവയാണ് മറ്റ് നാമരൂപങ്ങൾ. ബ്രഹ്മത്തിലെ വെറും ഒരു ഭ്രമം മാത്രമാണ്. അല്ല, എന്തുകൊണ്ടാണ് ആ ഭ്രമം ഇങ്ങനെ കാണപ്പെടാൻ കാരണം എന്ന് ചോദിച്ചാൽ, ബ്രഹ്മമാണോ ഈ ഇന്ദ്രജാലം രചിക്കുന്നത്? അല്ല. ബ്രഹ്മത്തിന് വേറെ പണിയില്ല. നിങ്ങൾക്കൊക്കെ മാജിക് ഷോ നടത്തി കാശുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ അജ്ഞത കൊണ്ട് ബ്രഹ്മത്തെ പ്രപഞ്ചമായി നിങ്ങൾ കാണുന്നു. അപ്പം എൻ്റെ പിടിപ്പ് കേടാണത്, എൻ്റെ അജ്ഞതയാണ് അതിന് കാരണം. പിന്നെ ഭഗവാൻ മായയിലൂടെ സൃഷ്ടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി, നിങ്ങളെ കുറ്റവാളി എന്ന് മുദ്ര കുത്തുന്നതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഈശ്വരനിൽ വെച്ച് കെട്ടിയത്. അല്ലാതെ ആ പാവം ഒന്നും അറിയുന്നില്ല. അദ്ദേഹം തൻ്റെ സ്വരൂപത്തിൽ ആനന്ദ മഗ്നനായി കഴിയുന്നു. അതൊരാളെയല്ല, ആനന്ദം സ്വരൂപമായ ഒരു തത്വമാണ് ഈ ബ്രഹ്മം. ആ ബ്രഹ്മം ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു? ഇല്ല, അങ്ങനെയൊക്കെ വേദാന്തത്തിൽ പറയുന്നുണ്ടല്ലോ. ജീവികളുടെ കർമ്മവാസന, ആ കർമ്മവാസന നീങ്ങാൻ അവർക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളും ആവശ്യമാണ്. വാസനകൾ ആഗ്രഹങ്ങളായി പൊന്തുമ്പോൾ അതൊക്കെ അനുഭവിക്കാൻ അവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഭോഗങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു. അല്ല, ഈ ജീവന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ട് സർവേശ്വരൻ എന്ത് കിട്ടാൻ? ഈ ജീവന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ നിഴലുകൾ തന്നെയല്ലേ. നിഴലുകൾക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുമോ? എൻ്റെ നിഴലിനെ ഞാൻ തീറ്റിപ്പോറ്റേണ്ട കാര്യമുണ്ടോ? ഈ ജീവന്മാരുടെ ഭോഗത്തിന് സൃഷ്ടിച്ചു, അങ്ങനെയൊക്കെ വിശദീകരിച്ചു എന്നുള്ളത് ശരിയാണ്. അങ്ങനെയുള്ള വിശദീകരണങ്ങൾ നിങ്ങൾക്ക് പുരാണങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണാം. പക്ഷെ അതൊന്നും അന്തിമമായ സത്യമല്ല. ഈ ബ്രഹ്മത്തിൽ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. എന്തുകൊണ്ടെന്നോ, രണ്ടാമതൊന്ന് ഇതിൽ ഉണ്ടാവാൻ പറ്റാത്തതുകൊണ്ട്. ഏകമായത് എന്നും അങ്ങനെ തന്നെ നിലകൊള്ളും. അങ്ങനെ അത് എപ്പോഴും ഒന്നായി തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ കാണുന്ന കോലാഹലങ്ങളും നാമരൂപങ്ങളുടെ ഇളകി മറിച്ചിലുമൊക്കെ നമ്മുടെ അജ്ഞത കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. സ്വപ്ന ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ, എന്തെങ്കിലും ഉള്ളതായിട്ടാണോ നിങ്ങൾ കാണുന്നത്? എന്തൊക്കെയാണ് കാണുന്നത് ഓരോരുത്തരും? നല്ലതും ചീത്തയുമായ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചുകൂടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ എല്ലാം കള്ളമല്ലേ? സ്വപ്നത്തിൽ നിങ്ങൾ ചക്രവർത്തിയായാലെന്ത്, പിച്ചക്കാരനായാലെന്ത്, എന്താ വിശേഷം? ഉണർന്നു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയല്ലേ? ഒരാൾക്ക് അഭിമാനിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ ചക്രവർത്തിയായി മാറി. ഇതിലെന്ത് അഭിമാനിക്കാൻ? നീ ചക്രവർത്തി ആയിട്ടില്ല. ഉണർന്നെഴുന്നേറ്റാൽ നീ ആരാണോ ആ വ്യക്തിയാണ്. വേറൊരാൾ ദുഃഖിക്കുന്നു, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ ഒരു പിച്ചക്കാരനായി തെണ്ടി നടക്കുന്നത് കണ്ടു, വിശന്ന് വലഞ്ഞ് അങ്ങനെ അവസാനം വഴിയിൽ എവിടെയോ തലകറങ്ങി വീണു. അതിനെ ഓർത്ത് വ്യസനിക്കേണ്ട കാര്യമുണ്ടോ? അത് സ്വപ്നമല്ലേ കുട്ടാ? നീ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഒക്കെ പോയില്ലേ?
അപ്പോൾ സ്വപ്നദൃശ്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയോ സന്തപിക്കുകയോ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളും. ഈ വാർത്താ ചാനലുകളിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന സകല വാർത്തകളും പച്ചക്കള്ളമാണ്. പിന്നെ കള്ളം കണ്ട് രസിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതൊരു വാസനയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പുതിയ പുതിയ വാർത്തകൾക്കായി നമ്മൾ ചെവിയോർത്തിരിക്കുന്നു. പണ്ടാണെങ്കിൽ ആൾ ഇന്ത്യ റേഡിയോയിൽ വാർത്തകൾ മാത്രമേ കേൾക്കാൻ പറ്റൂ. ഇപ്പൊ പടവും കാണാം. എന്ത് പടം? മണ്ണിന്റെ അടിയിൽ നിന്ന് JCB വലിച്ചു പുറത്തേക്കിടുന്ന മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളുടെ പടങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതിലെന്ത് രസമാണുള്ളത്? ചീഞ്ഞളിഞ്ഞ കയ്യ്, കാല്, മറ്റ് അവയവങ്ങൾ. ഇതാണല്ലോ ചൂരൽമലയിൽ നിന്നും JCB മെഷീനുകൾ കുഴിച്ചെടുത്തത്. എന്നാലും നമുക്ക് വീട്ടിൽ ഇരുന്ന് ഇതൊക്കെ കാണാൻ പറ്റിയത് വലിയ കാര്യമായിപ്പോയി. വീട്ടിൽ ഇരുന്ന് ഇതൊക്കെ കാണാൻ പറ്റിയത്. ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ. ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നാൽ മതിയല്ലോ. ഇത് കണ്ടത് കൊണ്ട് എന്ത് പ്രയോജനം? പടം കാണുന്നതിൽ ആഹ്ലാദിക്കുന്നവർ ബാലന്മാരാണ്. അതുകൊണ്ടാണ് ഈ ബാലന്മാരെ ഉദ്ദേശിച്ചാണ് ചിത്രകഥകൾ പണ്ട് ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും കോമിക്സ് എന്നൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാർട്ടൂണുകളുടെ കാലമാണ്. പ്രത്യേകം ചാനൽ തന്നെയുണ്ട് കാർട്ടൂൺ. എന്താണ്? ചലിക്കുന്ന പടങ്ങളാണ് കാർട്ടൂൺ. ചലച്ചിത്രം എന്ന് പറയുന്നത് എന്താണ്? സിനിമ. ചലിക്കുന്ന പടങ്ങൾ. ചുരുക്കം, നിഴൽ രൂപികളായ നാം മറ്റ് നിഴലുകളെ കണ്ട് രസിക്കുന്നു, ആർത്തട്ടഹസിക്കുന്നു. ഇതിൽ പരം വിഡ്ഢിത്തം വേറെ എന്തുണ്ട്? നിഴലുകളെ പ്രകാശം പുറകിൽ നിന്ന് പ്രകാശിപ്പിക്കുന്നു. അതാണ് സിനിമ. പ്രകാശമില്ലാതെ സിനിമ കാണാൻ പറ്റില്ല. പ്രൊജക്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പ്രൊജക്ടർ ഇല്ലാതെ, പ്രൊജക്ടറിൽ നിന്ന് ലൈറ്റ് പോകുന്നു. ലൈറ്റ് ഇല്ലാതെ വെറും ഫിലിം റോൾ, ഫിലിം ചുരുളുകൾ ഇങ്ങനെ ഓടിച്ചു വിട്ടാൽ പടം കാണാൻ പറ്റില്ല. ലൈറ്റ് എന്താണ്? ആത്മാവ്, ബ്രഹ്മത്തിൻ്റെ ലൈറ്റാണ്. അനുഭവപ്രകാശം. അതുള്ളത് കൊണ്ടാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് രസിക്കാൻ പറ്റുന്നത്. പരമാണു സമൂഹശ്ചേത് സംഭൂയ ഗുരുതേ ജഗത്. അനേകം പരമാണുക്കൾ പരസ്പരം സംയോജിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് കരുതിയാലോ? അല്ല, ആ ഒരു വാദത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? യദൃച്ഛയൈവ തമസി ശീര്യതേ ച യദൃച്ഛയ. കുറേ പരമാണുക്കൾ പരസ്പരം സംയോജിക്കുന്നു, അവ വിഘടിക്കുന്നു. ചേർന്നിരിക്കുമ്പോൾ ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം, വിഘടിക്കുമ്പോൾ അവയെ കാണാനേ പറ്റുന്നില്ല. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ഒരു വാദത്തെ അംഗീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അതും ശരിയല്ല. യദി പരമാണവഃ സംഭൂയ ജഗത്കുര്യുഃ തർഹി തേഷാം സദാ നഭസി ഉഡ്ഡയന പതന ദർശനാത് പ്രതിഗൃഹ ദിനേ ദിനേ ഗിരേരിവ ശൃംഗം കൂപാദിവത് ഖാദോ വാ സ്യാദിത്യാഹ. ആ യുക്തിയിൽ, ആ വാദത്തിലുള്ള പോരായ്മ അല്ലെങ്കിൽ അപാകത എന്താണെന്ന് ചോദിച്ചാൽ, പരമാണുക്കൾ അവയുടെ ഇഷ്ടത്തിനനുസരിച്ച് സംയോജിക്കുന്നു, അപ്പോൾ ദ്രവ്യങ്ങൾ ഉണ്ടാകുന്നു. അവയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിഘടിക്കുന്നു, അപ്പോൾ ദ്രവ്യം അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ ഒരു വാദം എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? പറ്റില്ല. കാരണം തേഷാം സദാ നഭസി ഉഡ്ഡയന പതന ദർശനാത്. ഈ പരമാണുക്കൾ എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായ കണങ്ങളാണ്. അവ വായുവിൽ ഇങ്ങനെ പാറി നടക്കുന്നു. അതിസൂക്ഷ്മങ്ങളായ കണങ്ങളാണ്. അപ്പോൾ അവർക്ക് ചലന സ്വാതന്ത്ര്യം വളരെയേറെയുണ്ട്. എങ്ങനെ വേണമെങ്കിലും അവയ്ക്ക് ചലിക്കാം, സൂക്ഷ്മ കണങ്ങളായതുകൊണ്ട്. അവ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സംയോജിച്ച് വസ്തുക്കൾ ഉണ്ടാകുന്നു, അവയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിഘടിക്കുന്നു. ഈ വാദമൊന്നും തെറ്റാണ്. ഈ വാദം തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഈ പരമാണുക്കൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സംയോജിച്ച് ദ്രവ്യങ്ങളായി മാറുകയും അവയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിഘടിക്കുകയും ചെയ്താൽ എന്തായിരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി? പ്രതിഗ്രഹ ദിനേ ദിനേ ഗിരേരിവ ശൃംഗം
കൂപാധിപത് ഘാതോ വാ സ്യാദിത്യാഹ. ഇന്ന് പർവ്വതമായി കാണപ്പെടുന്നത് നാളെ പടുകുഴിയായി മാറും. കാരണം ആ പരമാണുക്കളുടെ സമൂഹം ഒരു രാത്രി കൊണ്ട് എല്ലാം അപ്രത്യക്ഷമാവും. അവയുടെ ആ ഓരോ പരമാണുക്കളും പ്രത്യേകം പ്രത്യേകം വിഘടിക്കും. അപ്പം നിങ്ങൾ ഇന്നലെ കണ്ട മല ഇന്ന് രാവിലെ അവിടെ ഉണ്ടാവില്ല. കാരണം ആ ചേർന്നിരുന്ന പരമാണുക്കൾ വേറെ വേറെയായിപ്പോയി, പ്രത്യേകം പ്രത്യേകമായി ആകാശത്തിൽ പറന്നുപോയി. പക്ഷെ അങ്ങനെയല്ലല്ലോ. മലകൾ എത്ര കാലം നിലനിൽക്കുന്നവയാണ്, എത്ര തലമുറകളാണ് ഒരു മലയുടെ അസ്തിത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ ഇത് കേവലം പരമാണുക്കളുടെ ഒരു സംയോഗമല്ല, ഇതിനെ ഇങ്ങനെയൊക്കെ നിർത്തുന്ന ഒരു ഈശ്വര ശക്തി ഉണ്ടാവണം. അവരാളല്ല, പക്ഷേ ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചമായി ഇത് ജീർണിച്ച് പെട്ടെന്ന് ഇല്ലാതായി പോകാതെ ഈ വസ്തുക്കളെയും ഈ കണങ്ങളെയും ഒക്കെ കൂട്ടി നിർത്തുന്ന ഒരു ശക്തി ഉണ്ടാവണം. ഗിരിയുടെ ശൃംഗം എന്ന് പറഞ്ഞാൽ കൊടുമുടി, ഒരു പർവ്വതത്തിലെ കൊടുമുടി. കൂപാധിപത് ഘാതോവാസ്യാദിത്യ, ഇന്ന് കണ്ട ഒരു കൊടുമുടി നാളെ നമ്മൾ നോക്കിയപ്പോൾ ഒരു വലിയ കൊക്ക, ആ കൊടുമുടി അവിടെ ഇല്ലേയില്ല. ഒരു വലിയ കുഴിയോ ഗർത്തമോ മാത്രമേ അവിടെയുള്ളൂ. അങ്ങനെ കാണപ്പെടാത്തത് കൊണ്ട് ഈ പരമാണുക്കളുടെ ഇഷ്ടം പോലെയുള്ള സംയോഗവും ഇഷ്ടം പോലെയുള്ള വിഘടനവും യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. തദംഗമിംഗതേ നിത്യം ദേശേ ദേശേ ഗൃഹേ ഗൃഹേ അപൂർവാത്മരജശൃംഗം ഘാതം വാസ്യാദിനേ ദിനേ. അങ്ങനെ പരമാണുക്കൾ പരസ്പരം സംയോഗിച്ച് വിഘടിക്കുന്നു എങ്കിൽ ഓരോ ദേശത്തിലും ഓരോ വീട്ടിലും കുറേ ധൂളികൾ, അതിസൂക്ഷ്മങ്ങളായ ധൂളികൾ ചേർന്ന് അടുത്ത ദിവസം നോക്കുമ്പോൾ പുതിയ ഒരു വസ്തു അവിടെ ഉണ്ടാവും. നമ്മുടെ വീട് നാളെ നോക്കുമ്പോൾ ഇന്നലെ കണ്ടതുപോലെ ആയിരിക്കത്തില്ല. അതിൻ്റെ സ്ഥാനത്ത് വേറൊരാകൃതിയിലുള്ള എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് ആ യുക്തികളല്ല, ആ വാദങ്ങൾ സ്വീകരിക്കപ്പെടാവുന്നവയല്ല. തസ്യ ജഗതഃ അംഗം അവയവഭൂതം രജഃ. വസ്തുക്കളുടെ മൂലഘടകങ്ങൾ എന്ന് പറയുന്നത് കണങ്ങളാണ് എന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. അങ്ങനെ വസ്തുക്കളുടെ അവയവമായി തീർന്ന ഈ കണങ്ങൾ ഓരോ നാട്ടിലും ഓരോ വീട്ടിലും ദേശേ ദേശേ ഗൃഹേ ഗൃഹേ ച അപൂർവം നവനവമിംഗതേ ചലത്യേവേദി. അവയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കണങ്ങൾ ചേരുകയും വിഘടിക്കുകയും ചെയ്താൽ ഓരോ ദിവസം നമ്മൾ ഓരോ വസ്തുക്കളെയാവും കാണുക. ഈ വസ്തുക്കൾക്ക് ഒരു ശാശ്വതമായ സ്ഥിതി ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് കൊടുമുടിയായി കാണപ്പെട്ടത് നാളെ അഗാധ ഗർത്തമായി കാണപ്പെടും. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് ഈ വാദം സ്വീകാര്യമല്ല. നച തദ്ദൃശ്യതേ കിഞ്ചിത് കസ്യ തത്കർമ്മ താദൃശം ഭവേദ്വ്യർത്ഥമഭവ്യസ്യ ജഡാസ്തു പരമാണവഃ. ഓരോരോ പുതിയ പുതിയ വീക്ഷണകോണുകളിലൂടെ ഈ പ്രപഞ്ചത്തെ വിശകലനം ചെയ്യുകയാണ്. നച തദ്ദൃശ്യതേ കിഞ്ചിത് കസ്യ തത്കർമ്മ താദൃശം. ഇത് ഈ പരമാണുക്കളുടെ സംയോഗവും വിയോഗവും ഇത് ഒരു ഈശ്വരൻ്റെ ചെയ്തിയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ പ്രവൃത്തിയാണ് എന്ന് കരുതിയാൽ അങ്ങനെ ഒരു ഈശ്വരനെ ആർക്കും കാണാൻ കഴിയുന്നില്ല. ഈ പരമാണുക്കളെ കൂട്ടി യോജിപ്പിക്കുകയും അവയെ വിഘടിപ്പിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഈശ്വര തത്വത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഭഗവാനാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് പറയുന്നത് ശരിയല്ല. ഭവേദ് വ്യർത്ഥം അഭവ്യസ്യ ജഡാസ്തു പരമാണവഃ. ഈ പരമാണുക്കൾ കേവലം ജഡങ്ങളാണ്, ഒന്നിനും ജീവനില്ല. അചേതനങ്ങളായ കണികകളാണ് ഈ പരമാണുക്കൾ. ഈ പരമാണുക്കളെ ഭഗവാൻ എന്തിന് സംയോജിപ്പിക്കണം? അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് നേട്ടം?
എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ അതിസൂക്ഷ്മങ്ങളായ കണങ്ങളെ സംയോജിപ്പിച്ച് ദ്രവ്യങ്ങളെ ഉണ്ടാക്കി തീർക്കാൻ ആ സർവേശ്വരന് തലയ്ക്ക് വട്ടാണോ എന്നാണ് വസിഷ്ഠ മഹർഷി ചോദിച്ചത്. വേറെ പണിയില്ലേ അദ്ദേഹത്തിന്? ഇങ്ങനെ യോജിപ്പിക്കുന്നു, വേർപെടുത്തുന്നു. ഇതെന്തിന്? പിള്ളേരെ പോലെയോ? കൊച്ചുകുട്ടികൾ? സർവജ്ഞനല്ലേ അദ്ദേഹം? ശിശുക്കൾ അവിവേകികളല്ലേ? സർവജ്ഞൻ എങ്ങനെ അവിവേകിയെ പോലെ പ്രവർത്തിക്കും? ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് പ്രപഞ്ചത്തെ ഈശ്വരനാണ് സൃഷ്ടിച്ചത് എന്ന വാദവും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നച പരമാണ്വാക്യം നിരവയവം കിഞ്ചിത് ദ്രവ്യം കേനചിത് ദൃശ്യതേ. പരമാണു എന്ന പേരിൽ അറിയപ്പെടുന്ന രൂപമില്ലാത്ത അതിസൂക്ഷ്മമായ ദ്രവ്യത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ അണുസിദ്ധാന്തം അവതരിപ്പിക്കുന്നവരാരും ഈ കണങ്ങളെ കണ്ടിട്ടല്ല ആ സിദ്ധാന്തത്തെ അവതരിപ്പിച്ചത്. തദവയവ പരമ്പരാവധിർ നിരവയവോനുമീയത ഇത് ചേത് ന. അല്ല, ഈ രൂപമില്ലാത്ത കണങ്ങൾ അനേകം സംയോജിക്കുമ്പോൾ രൂപത്തോടു കൂടിയ ദ്രവ്യമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ യുക്തിക്ക് നിരക്കും? രൂപമില്ലാത്ത അതിസൂക്ഷ്മങ്ങളായ കണങ്ങൾ കോടിക്കണക്കിന് ചേർന്നാലും എങ്ങനെയാണ് രൂപമായി പരിണമിക്കുക? ഞാൻ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് പൂജ്യങ്ങൾ എഴുതിയാൽ അതിന് 1 എന്നുള്ള ഒരു മൂല്യം എങ്ങനെയാണ് സിദ്ധിക്കുക? 1 എന്ന് പറഞ്ഞാൽ അത് ഒന്നെങ്കിലും ഉണ്ടാവണം. കുറേ പൂജ്യങ്ങൾ ചേർത്തത് കൊണ്ട് ഒന്നാവില്ല. അനേകം അരൂപങ്ങളെ ചേർത്തത് കൊണ്ട് സരൂപമായ ഒന്ന് നിർമ്മിക്കപ്പെടുകയില്ല. അതുകൊണ്ട് കണങ്ങളുടെ സംയോഗമാണ് ദ്രവ്യത്തിൻ്റെ ഉത്പത്തിക്ക് കാരണം എന്ന് പറയുന്നത് ശരിയല്ല. തസ്യ സംയോഗ അനർഹത്വേന അദ്രവ്യത്വ ആപത്തേ. ഇങ്ങനെ കണങ്ങൾ സ്വയം തമ്മിൽ ചേരുകയില്ല എന്നുള്ളത് കൊണ്ട്, കാരണം അവ ജഡങ്ങളാണ്. ജഡങ്ങൾ എങ്ങനെയാണ് സ്വയം പ്രവർത്തിക്കുക? ജഡങ്ങൾ ചലിക്കണമെങ്കിൽ ആ ജഡങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ചേതനൻ ഉണ്ടാവണം, ബോധാംശം അവിടെ ഉണ്ടാവണം. അല്ലാതെ ഈ കണങ്ങൾ സ്വയം സംയോജിക്കുകയില്ല. നഹി നിരവയവോ അന്യേന സംയോഗമർഹതി. ഇനി ഈ കണങ്ങൾ അവയവങ്ങളില്ലാത്തതാണ് എങ്കിൽ അവയ്ക്ക് സ്വയം സംയോജിക്കാനും പറ്റില്ല. സംയോഗസ്യ ഏകദേശ അവച്ഛിന്ന വൃത്തികത്വ നിയമാത്. സംയോഗം എന്ന് പറഞ്ഞാൽ കുറേ കണങ്ങൾ ഒരുമിച്ച് ഒത്തുചേർന്ന് ഇരിക്കുന്ന അവസ്ഥയാണ്. ഈ കണങ്ങൾ ഒരു വ്യവസ്ഥയും ഇല്ലാത്തവയാണ്. അവയെങ്ങനെ ചേർന്ന് ഒരുമിച്ച് ഒരു വസ്തു അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടും? അതിനുള്ള സാധ്യതയില്ല. നച തദഭാവേ ഹ്യണുകാദി സിദ്ധിരിതി വ്യാഘാത. അല്ല, ഈ അണുക്കളല്ല, ആ അണുക്കളൊക്കെ കുറച്ച് കട്ടിയും തൂക്കവും വണ്ണവും ഒക്കെ ഉള്ള കണികകളാണ് എന്ന് പറഞ്ഞാൽ ദ്രവ്യത്തിൻ്റെ കാരണം അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ ഉത്പത്തിയെയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ദ്രവ്യത്തിൻ്റെ ഉത്പത്തിക്ക് ഭാരവും വലിപ്പവും തൂക്കവും ഉള്ള കണങ്ങൾ ആണ് കാരണമെന്ന് പറഞ്ഞാൽ ദ്രവ്യത്തിൻ്റെ കാരണം ദ്രവ്യം എന്ന് പറയുന്നത് പോലെയാണ്. ഈ കണങ്ങൾക്ക് ഭാരവും തൂക്കവുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ ദ്രവ്യമായില്ലേ? ദ്രവ്യത്തിൻ്റെ ഉത്പത്തിയെ പറയുമ്പോൾ ദ്രവ്യമല്ലാത്ത ഒന്നായിരിക്കണം അതിൻ്റെ കാരണം. അങ്ങനെ രൂപമില്ലാത്ത അണുക്കളാണ് ദ്രവ്യോത്പത്തിക്ക് കാരണം എന്ന് പറഞ്ഞാൽ അവിടെയും യുക്തി തകർന്നു പോകുന്നു. രൂപമില്ലാത്തവ ചേർന്ന് എങ്ങനെ രൂപമുണ്ടാകും? അരൂപമായവയുടെ സംയോഗം കൊണ്ട് രൂപം ഉള്ള വസ്തുക്കൾ ഉണ്ടാവാൻ സാധ്യമല്ല. നച തദഭാവേ
ഹ്യണുകാതി സിദ്ധിരിതി വ്യാഘാത. അങ്ങനെ ഭാരവും തൂക്കവും സ്ഥൂലതയുമുള്ള അണുക്കൾ ചേർന്നാണ് ദ്രവ്യം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് ദ്രവ്യത്തിൻ്റെ ഉത്പത്തിക്ക് യുക്തിയുക്തമായ ഒരു വിശദീകരണം അല്ല. കിഞ്ച അതീന്ദ്രിയാണാം ഖപുഷ്പകൽപ്പാനാം പരമാണൂനാം സംയോജനേന ജഗദ്രചനം കസ്യ കർമ്മ. അതീന്ദ്രിയങ്ങളായ ആകാശപുഷ്പം പോലെ എന്ന് പറഞ്ഞാൽ ഭ്രമരൂപത്തിലുള്ള പരമാണുക്കളുടെ സംയോഗം കൊണ്ട് ജഗത്തിനെ സൃഷ്ടിച്ചത് ആരുടെ കർമ്മമാണ്? ആരാണ് ഈ പരമാണുക്കളെ തമ്മിൽ ചേർത്ത് വസ്തുക്കളാക്കി മാറ്റി പ്രപഞ്ച രചന നടത്തിയത്? കിം അസംസാരിണ ഉദ സംസാരിണ. അല്ല, അങ്ങനെ ഒരു ശക്തിയുണ്ട്, അതിനെയാണ് ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നത്. ആ ഭഗവാനാണ് ഈ പരമാണുക്കളെ സംയോജിപ്പിച്ച് പ്രപഞ്ച സൃഷ്ടി നടത്തിയത് എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം, ഈ ഭഗവാൻ എന്ന് പറയപ്പെടുന്ന ആൾ അല്ലെങ്കിൽ തത്വം അദ്ദേഹം സംസാരിയാണോ അസംസാരിയാണോ? സംസാരി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ഒരു ജീവൻ. നമ്മളെപ്പോലെയുള്ള ഒരു ജീവനാണോ ഈ ഈശ്വരൻ? അല്ലെങ്കിൽ സംസാര അതീതനായി സംസാരത്തിനെ അതിക്രമിച്ച് നിൽക്കുന്ന ഒരു ശക്തിയോ? എന്തുത്തരം പറഞ്ഞാലും നിങ്ങൾ പെടും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനുള്ള യുക്തി പറയുകയാണ്. അതായത് പണ്ട് കോടതിയിൽ ഒരാളോട് ഒരു വക്കീൽ, എതിർകക്ഷിയുടെ വക്കീൽ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോഴും അമ്മയെ തല്ലാറുണ്ടോ? അതേന്ന് പറഞ്ഞാൽ അപ്പോഴും ശിക്ഷ കിട്ടും, ഇല്ലേ? ഇല്ല എന്ന് ഉത്തരം പറഞ്ഞാൽ ഇപ്പോഴും തല്ലാറുണ്ടോ എന്നുള്ളതിന് ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ട് തല്ലിക്കൊണ്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴും ശിക്ഷ ഉറപ്പാണ്. ഇങ്ങനെ നമ്മെ വെട്ടിലാക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് സൂക്ഷ്മ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളാണ്. എങ്ങനെയെങ്കിലും ഇവനെ ഇട്ട് ഒതുക്കണം, ഇവനെ കുരുക്കണം. അതുപോലെ ഇവിടെ കുരുക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ല, ഒരാളുടെ സിദ്ധാന്തം അതിൽ കഴമ്പില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് വസിഷ്ഠ മഹർഷി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. വസിഷ്ഠ മഹർഷി അല്ല ചോദിക്കുന്നത്, വ്യാഖ്യാതാവാണ് ഇങ്ങനെയുള്ള യുക്തികൾ ചോദിക്കുന്നത്. ഈ സർവേശ്വരൻ സംസാരിയോ അസംസാരിയോ? തത്ര സംസാരിണസ്താവത്, അദ്ദേഹം സംസാരിയാണെങ്കിൽ നമ്മെപ്പോലെ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പരമാണുഭിർ ജഗന്നിർമ്മാണേ അസാമർത്ഥ്യം സ്പഷ്ടം. ജീവന്മാർക്ക് ജഗത്തിനെ സൃഷ്ടിക്കാനുള്ള കഴിവില്ല. ജീവനേക്കാൾ ഉയർന്ന തലത്തിലുള്ള ഒരു ശക്തിക്ക് മാത്രമേ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റൂ. ഈ ഈശ്വരൻ സംസാരിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം നമ്മെപ്പോലെ ഒരു ജീവനായി പോവും. അദ്ദേഹത്തിന് പ്രപഞ്ചരചന നടത്താനുള്ള ശക്തി ഉണ്ടാവില്ല. അദ്ദേഹം അതിനും മാത്രം സാമർഥ്യമുള്ള ഒരു വ്യക്തിയാവില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരൻ സംസാരിയാവാൻ പറ്റില്ല. അപ്പോൾ അസംസാരിയായിരിക്കണം, അതും പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറയാം. അസംസാരിയാണെന്ന് പറഞ്ഞാൽ പരമാണുഭിർ ജഗന്നിർമ്മാണേ അസാമർത്ഥ്യം സ്പഷ്ടമേവേദി അഭവ്യസ്യ ഭവാനർഹസ്യ ഈശ്വരസ്യ ജഡസ്യ വാ തദ്വാച്യം. ഇപ്പോൾ ഈ ഭഗവാൻ സംസാരിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മെപ്പോലെ ഒരു സാധാരണ ജീവനാണ് എന്ന് അംഗീകരിക്കുന്നതിന് തുല്യമായി പോകും. അങ്ങനെയാണെങ്കിൽ ആ ജീവന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാവില്ല. അഭവ്യസ്യ ഭവാനർഹസ്യ ഈശ്വരസ്യ ജഡസ്യ വാ തദ്വാച്യം. അഭവ്യൻ എന്ന് പറഞ്ഞാൽ സംസാരത്തെ അതിവർത്തിച്ച് നിൽക്കുന്ന ആ സർവേശ്വരൻ, അദ്ദേഹം ഭവ അനർഹൻ. അദ്ദേഹം നമ്മെപ്പോലെ ഒരിക്കലും ഒരു ജീവനായി മാറുന്നില്ല. ജീവന്മാരെയും ജഗത്തിനെയും തൻ്റെ അധീനതയിൽ വച്ചിരിക്കുന്ന ഒരാളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആ സർവേശ്വരനെ ജഗത്തിൻ്റെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് യോജിക്കില്ല. ജഡങ്ങൾ സംയോജിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് കരുതിയാലും അതും യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ല. തത്ര ആദ്യസ്യ വ്യർത്ഥം നിഷ്പ്രയോജനം ജഗദ്രചനം ഭവേത്.
പ്രപഞ്ചാധിവർത്തിയായ സർവേശ്വരൻ ആനന്ദ സ്വരൂപത്തിൽ സദാ വർത്തിക്കുന്ന ആ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് യോജിക്കാത്ത ഒരു പ്രവൃത്തിയാണ്. സർവേശ്വരൻ എന്തിന് ജഗത്തിനെ സൃഷ്ടിക്കണം? നമ്മൾ ജഗതീശ്വര എന്നൊക്കെ വിളിക്കും. അദ്ദേഹം ഈ ജഗത്തിനെ സൃഷ്ടിച്ചു എന്നൊക്കെയാണ് ഭക്തന്മാരും ഈശ്വര വിശ്വാസികളും ഒക്കെ കരുതുന്നത്. ഒന്ന് ആലോചിച്ചാൽ, ഇങ്ങനെ ഒരു വൃത്തികെട്ട ജഗത്തിനെ ആ സർവേശ്വരൻ എന്തിന് സൃഷ്ടിക്കണം? അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ലാഭം? അത് അദ്ദേഹത്തിൻ്റെ ഒരു ലീലയാണ് എന്നൊന്നും പറഞ്ഞ് തടി തപ്പാൻ പറ്റില്ല. ലീല, കളി, തമാശ അതൊക്കെ നേരം പോക്കിന് വേണ്ടിയാണ്. ഭഗവാന് ബോറടിച്ചത് കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചതാണോ ഈ പ്രപഞ്ചത്തെ? ആനയ്ക്ക് ബോറടിക്കുമോ എന്നൊരു സിനിമയിൽ ഒരാൾ ചോദിക്കുമല്ലോ. അത് ആനയ്ക്ക് ബോറടിച്ചിട്ടാണ്. മനുഷ്യർക്കല്ലേ ബോറടിക്കുക? ഈ ബോറടിക്കുക, മുഷിപ്പ് തോന്നുക എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഉന്നത തലത്തിലാണ് അങ്ങനെ തോന്നുന്നത്. ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒന്നും ബോറടിക്കാറില്ല. ഒരേ കാര്യം എത്ര പ്രാവശ്യം വേണമെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കാണ് ഈ മടുപ്പ്, മുഷിപ്പ് ഒക്കെ തോന്നുന്നത്. കാരണം നമ്മുടെ ബുദ്ധി അവരുടെ ബുദ്ധിയേക്കാളും ഉയർന്ന തലത്തിലാണ്. നമുക്കാണ് ഈ ബോറടിയുള്ളത്. മൃഗങ്ങൾക്ക് ബോറടിയില്ല, അവയ്ക്ക് വാസനകൾ മാത്രമേ ഉള്ളൂ. ഇവനാണ് ചിന്താശേഷിയുള്ളത്. ചിന്താശേഷിയുള്ളവർക്ക് ബോറടിയും ഉണ്ടാവും. പക്ഷി മൃഗാദികൾക്ക് മുഷിപ്പ്, ബോറടിയൊന്നുമില്ല. ഇപ്പോൾ ഈ സംസാരത്തെ അതിവർത്തിച്ചിരിക്കുന്ന ആ സർവേശ്വരന് സൃഷ്ടി എന്നുള്ള കർമ്മം യോജിച്ചതല്ല. അങ്ങനെ അദ്ദേഹം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യർത്ഥം നിഷ്പ്രയോജനം ജഗദ്രചനം ഭവേത്. അദ്ദേഹത്തിന് പ്രയോജനപ്പെടാത്ത ഒരു പ്രപഞ്ചത്തെ അദ്ദേഹം എന്തിനു സൃഷ്ടിക്കണം? പ്രപഞ്ചത്തെയോ പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളെയോ കൊണ്ട് ഈശ്വരന് യാതൊരു പ്രയോജനവുമില്ല. ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒരു പൊട്ടോ പൊടിയോ പോലും ജഗതീശ്വരന് ആവശ്യമില്ല. അങ്ങനെയുള്ള ജഗതീശ്വരനാണ് നമ്മൾ ധൂപദീപങ്ങളും നൈവേദ്യങ്ങളും പാലഭിഷേകവും തേനഭിഷേകവും ഒക്കെ കൊണ്ടു കൊടുക്കുന്നത്. ഇതൊക്കെ വാങ്ങിച്ചിട്ട് അദ്ദേഹം ഇപ്പം പ്രസാദിക്കും എന്നിൽ, ഞാൻ ചോദിക്കുന്നതൊക്കെ ഇപ്പം എടുത്തു തരും. എന്തൊരു വിഡ്ഢിത്തമാണ്! നമ്മുടെ ഈശ്വര സങ്കല്പം അപ്പാടെ തെറ്റാണ്. അത് നികൃഷ്ടമാണ്, നിന്ദ്യമാണ്, നീചമാണ്, അപലപനീയമാണ്. ഈ സർവേശ്വരൻ ആരാണ്? അങ്ങ് ഇവിടെ മുകളിൽ എവിടെയോ ഇരിക്കുന്ന ആളാണോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവ എനിക്ക് നല്ല പൂജ ചെയ്യുന്നുണ്ട്, അവൻ ചോദിച്ച വരം അങ്ങ് കൊടുത്തേക്കാം, അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തേക്കാം. അദ്ദേഹം വലിയ MLA-യോ മിനിസ്റ്ററോ ഇന്ത്യൻ ജനാധിപതിയോ വല്ലതാണോ? അങ്ങ് മോളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ വേറെ പണിയില്ലേ? ഈ അല്പമായ അലവലാദികൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ കുറെ കോന്തന്മാർ, ഭ്രാന്തന്മാർ, ഇവരിവിടെ കാണിക്കുന്ന ഈ കൂത്ത്, ഈ പേക്കൂത്ത് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് തലയ്ക്ക് അസുഖം വല്ലതുണ്ടോ? എല്ലാം അദ്ദേഹം മുകളിലിരുന്നൊരുത്തം കാണുന്നുണ്ട്. ആര് കാണുന്നു എന്നാണ്? മുകളിലിരുന്ന് കാണുന്നവൻ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതിനെ മാത്രമേ കാണൂ. ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെ ആരാ കാണുന്നത്? അവിടെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? ഈ മോളിൽ താഴെ എന്നൊക്കെ പറയുന്നത് സർവേശ്വരനെ എന്താ പറയുന്നത്? ചുരുക്കിക്കളയുന്നതാണ്. ചെപ്പിലടക്കുക. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ കുപ്പിയിലടക്കുക. ഈശ്വരനെ കുപ്പിയിലടക്കരുത്, കുപ്പിയിലാക്കാൻ നോക്കരുത്. അദ്ദേഹം മദ്യമല്ല. അതാണ് നമ്മൾ കുപ്പിയിലാക്കുന്നത്. പാലും തേനും മോരും തേനും ഒക്കെ നമ്മൾ കുപ്പിയിലാക്കുന്നുണ്ട്. പിന്നെ മനുഷ്യരെ കുപ്പിയിലാക്കുന്ന മറ്റ് മനുഷ്യരുമുണ്ട്. അപ്പോൾ ഈശ്വരനെ കുറിച്ച് ശരിയായ ഒരു ധാരണ നമുക്കുണ്ടാവണം. അദ്ദേഹത്തെ കാണുന്നത്, സാക്ഷാത്കരിക്കുന്നത് പിന്നീടായിക്കോട്ടെ. അദ്ദേഹത്തെ തെറ്റായി മനസ്സിലാക്കരുത്. അദ്ദേഹം ഒരാളല്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ വേണ്ടി മുകളിൽ ഒരു ഈശ്വരൻ ഇരിപ്പില്ല. നമുക്ക് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം, മനഃശാന്തിക്ക് വേണ്ടി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ആ സർവേശ്വരൻ കുടികൊള്ളുന്നു. അദ്ദേഹം സർവശക്തനാണ്. എൻ്റെ ദുഃഖങ്ങൾ
അദ്ദേഹം മാറ്റിത്തരും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഭക്തന്മാരാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. 24 മണിക്കൂറും അമ്പലത്തിൽ ഇരിക്കുന്നവർക്കാണ് പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നം. എന്തുകൊണ്ട്? അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ പൂജ, അവരുടെ വഴിപാടുകൾ ദൈവം സ്വീകരിക്കുന്നില്ല. ഇതൊന്നും സ്വീകരിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഏർപ്പാട്. നമ്മൾ ദൈവത്തെക്കുറിച്ച് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഒരാളല്ല, അങ്ങ് അത്യുന്നതങ്ങളിൽ കഴിയുന്ന ഒരാളല്ല. അദ്ദേഹത്തിനാണ് സ്തുതി പറയുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതൊക്കെ നല്ലത് തന്നെ, അതൊക്കെ ആ ആശയങ്ങളൊക്കെ ഗംഭീരം തന്നെ. പ്രാർത്ഥിക്കണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ യഥാർത്ഥ ഈശ്വരതത്വം എന്താണ് എന്ന് വ്യക്തമായി അറിയണം. അറിഞ്ഞനുഭവിക്കേണ്ടവനാണ് ഈശ്വരൻ, അനുഭവിച്ചിട്ട് അറിയേണ്ടവനല്ല. അറിഞ്ഞിട്ട് അനുഭവിക്കണം. ശരിയായ ധാരണയിലൂടെ മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥ ഈശ്വരതത്വം തെളിഞ്ഞു കിട്ടുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങളുടെ ധാരണ. ഇറ്റ് ഈസ് പ്യുവർലി പേഴ്സണൽ. അതാണ് സത്യം എന്ന് കരുതിയാൽ നിങ്ങളെക്കാളും വലിയ വിഡ്ഢി ഈ ലോകത്ത് ആരുമില്ല. എൻ്റെ ധാരണകളൊക്കെ ശരിയാവണം. ശരിയാവുമോ? അങ്ങനെ ശരിയാവാനുള്ള ധാരണയുണ്ടോ? നിങ്ങൾക്കൊരു ധാരണ, എനിക്കൊരു ധാരണ, അദ്ദേഹത്തിന് വേറൊരു ധാരണ. ഈ ധാരണകളിൽ ഏത് ധാരണയാണ് ശരിയായ ധാരണ? എല്ലാം ഒരേ സമയത്ത് ശരിയാവാൻ പറ്റുമോ? ഇതൊക്കെ മനുഷ്യർ ഓരോന്നിങ്ങനെ പറയുന്നു. ദൈവം അതാണ്, ഇതാണ്, ചക്കയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറയുന്നു. യഥാർത്ഥ ഈശ്വരതത്വം അധ്യാത്മശാസ്ത്രം വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നു. അതിനെയൊന്നും വായിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനോ തയ്യാറാകാതെ, സമയം കിട്ടാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നവർ അവരെന്താ? ജീവിതത്തെ പാഴാക്കി കളയുന്നു. ബുദ്ധിയുണ്ടല്ലോ, ബുദ്ധിയും തന്നാണല്ലോ അദ്ദേഹം നമ്മളെയൊക്കെ ഇങ്ങോട്ട് അയച്ചത്. അദ്ദേഹത്തെ ആ ബുദ്ധിയെ വിനിയോഗിക്കാത്തത് ദൈവത്തിൻ്റെ കുറ്റമാണോ? അതുകൊണ്ട് ബുദ്ധിയെ വിനിയോഗിക്കണം, ചിന്താശേഷിയെ പ്രയോഗിക്കണം, ആലോചിക്കണം, വിചിന്തനം ചെയ്യണം, മനനം ചെയ്യണം. മനനം ചെയ്യും തോറും ആത്മതത്വം അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഈശ്വരതത്വം തെളിഞ്ഞു വരും. അപ്പോൾ ഈ സർവേശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ നിഷ്പ്രയോജനമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. കാരണം അദ്ദേഹത്തിന് ഒരു പ്രയോജനവും ഇല്ലാത്ത ജഡനാമരൂപങ്ങളെ സൃഷ്ടിച്ച് ആ സർവേശ്വരന് എന്ത് കിട്ടാൻ? നഹി നിത്യമുക്തസ്യ ഈശ്വരസ്യ പ്രയോജനാപേക്ഷ പ്രയോജനം വാ സർഗസ്യ ഉപവാദയിതും ശക്യത. ഈ പ്രപഞ്ച സൃഷ്ടി കൊണ്ട് സൃഷ്ടിച്ച ഭഗവാന് എന്തെങ്കിലും പ്രയോജനം ഉണ്ട് എന്ന് കരുതുന്നത് യുക്തിരാഹിത്യമാണ്. ഇനി ഒരു പ്രയോജനവുമില്ലാതെ അദ്ദേഹം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ വിഡ്ഢിത്തമാണ്. കാരണം ഒരു പ്രയോജനവുമില്ലാത്ത കാര്യം മണ്ടന്മാർ പോലും ചെയ്യാറില്ല. അപ്പോൾ ഒരു പ്രയോജനവുമില്ലാത്ത സൃഷ്ടി നടത്തിയ ഈശ്വരൻ മരമണ്ടനാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാവും. എന്തിനാണ് ഈ വസിഷ്ഠനും അദ്ദേഹത്തെ പിന്തുടർന്ന് ഞാനും ഇങ്ങനെ തൊള്ള തുറക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം എന്നൊന്ന് യഥാർത്ഥത്തിൽ ഇല്ല. ഈ പ്രപഞ്ച നാമരൂപങ്ങളായി കാണപ്പെടുന്നത് അഖണ്ഡ ബോധമാണ്. സർവേശ്വരൻ തന്നെയാണ് നമ്മുടെ അജ്ഞാനം കാരണമായി അല്ലെങ്കിൽ അജ്ഞത കലർന്ന മനോബുദ്ധികളിലൂടെ വീക്ഷിക്കുമ്പോൾ നാമരൂപങ്ങളായി തോന്നുന്നത്. ഇങ്ങനെ ഒരു നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ സർവേശ്വരൻ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അത് തനിക്ക് വേണ്ടിയായാലും മറ്റുള്ളവർക്ക് വേണ്ടിയായാലും. ജീവന്മാർക്ക് വേണ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇവിടെ ജനിക്കുന്ന ജീവന്മാരെല്ലാം സന്തോഷിച്ച് ആഹ്ലാദിച്ച് കഴിയുകയാണോ? ഇവിടെ ദുഃഖവും ദുരിതവും അല്ലാതെ മറ്റൊന്നുമില്ല. അനിത്യം അസുഖം ലോകം എന്ന് സർവേശ്വരൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കുറേ പേരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ പറഞ്ഞയച്ചത്, ഈ പ്രപഞ്ച സൃഷ്ടി നടത്തിയത് എന്നൊന്നും കരുതുന്നത് ശരിയല്ല. ഇവിടെ സുഖമേ ഇല്ല. അസുഖകരമായ ദുഃഖങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ജീവന്മാരെ തള്ളിയിട്ട് രസിക്കാൻ അദ്ദേഹം സാഡിസ്റ്റാണോ? പരമകാരുണികനല്ലേ അദ്ദേഹം?
എന്തിന് നമ്മയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു? എന്തിന് ഈ ദുഃഖത്തിലും ദുരിതത്തിലും നമ്മെ തള്ളിവിട്ടു? ഒന്നുമില്ല കൂട്ടരെ, ഭഗവാൻ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പ്രപഞ്ചം സൃഷ്ടിക്കുക അദ്ദേഹത്തിൻ്റെ ജോലിയേ അല്ല. പ്രപഞ്ചത്തെ സത്യമാണെന്ന് കരുതുന്നത് നിങ്ങളുടെ ഉള്ളിൽ അജ്ഞതയുള്ളത് കൊണ്ടാണ്. ആ അജ്ഞതയെ ജ്ഞാനത്തിലൂടെ നശിപ്പിക്കൂ, വ്യക്തമായ തത്വദർശനം നേടൂ. പിന്നെ ഇവിടെ ഒരു അസുഖവും ഒരു ദുഃഖവും ഒരു പ്രശ്നവും ഒരു കുഴപ്പവും ഒന്നുമില്ല. ഈ പ്രപഞ്ചവുമില്ല, പ്രപഞ്ചത്തിൽ ജീവന്മാരുമില്ല, ജീവന്മാരുടെ അനുഭവത്തിലുള്ള സുഖദുഃഖങ്ങളുമില്ല. ആനന്ദഘനമായ ഒരു തത്വം, അതിലെ വെറും നിഴലുകൾ മാത്രമാണ് ഈ പ്രപഞ്ച വസ്തുക്കൾ. ഇവിടെ വാസ്തവത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ബാലകൃഷ്ണൻ നായർ സാർ പറയുന്ന പോലെ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇത് പിടികിട്ടണം. ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് പിടികിട്ടിയാലേ കുഴപ്പങ്ങളില്ലാതാവൂ. അല്ലെങ്കിൽ സർവത്ര കുഴപ്പമാണ്, സർവത്ര പ്രശ്നമാണ്. പ്രശ്നമില്ല എന്ന് തിരിച്ചറിയാൻ വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് പ്രയോജനപ്പെടണം. ഒരു കുഴപ്പമില്ല, ശാന്തരായിരിക്കും. ഇവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല. ഒക്കെ മനസ്സിൻ്റെ ചില വിഭ്രമങ്ങൾ മാത്രം. മനസ്സിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പരമാത്മാവ് സദാ ആനന്ദരൂപമായി വർത്തിക്കുന്നു. അപ്പോൾ ഈശ്വരന് ജഗത് സൃഷ്ടി കൊണ്ട് പ്രയോജനമില്ല. സൃഷ്ടി കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഈശ്വരന് ഉണ്ടായതായി ശാസ്ത്രങ്ങളും പറയുന്നില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. എന്നുവെച്ചാൽ ജഡാഹ പരമാണവഹ സ്വതസർഗേ പ്രവർത്തിതും ശക്നുവന്തി ഇത്യർത്ഥ. ജഡങ്ങളായ അചേതനങ്ങളായ പരമാണുക്കൾ സ്വയം ചേർന്ന് പദാർത്ഥങ്ങളായി മാറി ഈ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള വാദവും യോജിക്കില്ല. ഇപ്പോൾ ഭഗവാനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടില്ല, പരമാണുക്കൾ സ്വയം സംയോജിച്ചുണ്ടായതുമല്ല ഈ പ്രപഞ്ചം. പിന്നെ എന്താണിത് എന്ന് ചോദിച്ചാൽ ഇത് ബ്രഹ്മം. ഒരു മഷിക്കുപ്പി എടുത്ത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ശിഷ്യന്മാരെ വേദാന്തം പഠിപ്പിക്കുന്നത്. ഒരു മഷിക്കുപ്പി അതിങ്ങനെ എടുത്ത് പൊക്കി കാണിക്കും. ഇതെന്താണ്? ബംഗാളി ഭാഷയിൽ മഷിക്കുപ്പി എന്നുള്ളതിന് എന്തെങ്കിലും വാക്കുണ്ടാവും. കുട്ടികളെല്ലാവരും പറയും ഇതൊരു മഷിക്കുപ്പി. തെറ്റ്. ഈശ്വരനാണിത്. ഏതോ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു മഷിക്കുപ്പി, തറയിൽ വീണാൽ പൊട്ടിപ്പോകുന്ന ഒരു മഷിക്കുപ്പി. ഇത് ഭഗവാനാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ ഭ്രാന്തനെന്നല്ലാതെ വേറെ എന്ത് പേര് പറഞ്ഞ് വിളിക്കണം? അതുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ ജീവിച്ചിരുന്ന ആ പരിസരത്ത് അദ്ദേഹത്തിന് ആൾക്കാരിട്ടിരുന്ന പേര് വട്ടൻ, മുഴുഭ്രാന്തൻ എന്നാണ്. ബുദ്ധി തെളിഞ്ഞവനെ ബുദ്ധി തെളിയാത്തവർ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ബുദ്ധി തെളിഞ്ഞവനാണ് ഇത് ഈശ്വരനാണെന്ന് പറയുന്നത്. ഞാൻ വ്യക്തമായി മനസ്സിൽ അറിയുന്നു. നിങ്ങൾ എങ്ങനെയാണോ ഇതിനെ ഒരു മഷിക്കുപ്പിയായി കാണുന്നത്, ആ കാര്യത്തിൽ നിങ്ങൾക്ക് അശേഷം സംശയമില്ലാത്തത്, അതിലേറെ വ്യക്തതയോടുകൂടി ഉറപ്പോടുകൂടി ഇത് ഭഗവാനാണ്, ഈശ്വരനാണ് എന്ന് അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കെങ്ങനെ എൻ്റെ അനുഭവത്തെ ചോദ്യം ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അനുഭവം അപൂർണമാണ്. ഞങ്ങളെപ്പോലെ ഉള്ള തത്വദർശികളുടെ അനുഭവം പൂർണ്ണമാണ്. ഞങ്ങൾ അതീന്ദ്രിയമായ നിലയിൽ ഈ വസ്തുക്കളെയൊക്കെ കാണുമ്പോൾ എല്ലാം ഭഗവാന്റെ പ്രതിരൂപങ്ങളായി കാണുന്നു. നിങ്ങൾക്ക് ആ നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ ഭ്രാന്തന്മാർ എന്ന് വിളിക്കാൻ കഴിയും? പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ. വി ആർ നോട്ട് ബോതേഡ്. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. കാരണം ഭ്രാന്തന്മാരാണ് മറ്റുള്ളവരെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. ബുദ്ധി തെളിഞ്ഞവൻ ആരെയും ഭ്രാന്തനെന്ന് വിളിക്കില്ല. ബുദ്ധി കലങ്ങിയവൻ, ബുദ്ധി കുഴഞ്ഞു മറിഞ്ഞവൻ, അവനാണ് മറ്റുള്ളവരിൽ ഭ്രാന്ത് ആരോപിക്കുന്നത്. ജ്ഞാനികളുടെ ദൃഷ്ടിയിൽ ഇവിടെ ഒരൊറ്റ അജ്ഞാനി പോലുമില്ല. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കോളൂ. ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ സകലതും ആത്മസ്വരൂപം. ആരെയും മോശമായി കാണുന്നില്ല ജ്ഞാനി. ഒക്കെ ഭഗവന്മയം എന്ന് കാണുന്നവരാണ് ജ്ഞാനികൾ. ആ ജ്ഞാനികളെയാണ് ഇന്നലെ പെയ്ത മഴയിൽ
കുരുത്ത തകരയെ പോലെയുള്ള ഈ അജ്ഞാനികൾ, ബുദ്ധിയില്ലാത്തവൻ, ഭ്രാന്തൻ എന്നൊക്കെ മുദ്ര കുത്തുന്നത് അത് നമ്മുടെ അറിവില്ലായ്മയുടെ ഒരു പ്രകടനം എന്നല്ലാതെ മറ്റൊന്നുമല്ല. നമുക്ക് ഇവിടെ നിർത്താം. തുടർന്നുള്ള ശ്ലോകങ്ങൾ നാളെ വായിക്കാം. അടുത്ത ശനിയും ഞായറും ഓണം പ്രമാണിച്ച് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. നാളെ ഒരിക്കൽ കൂടെ അനൗൺസ് ചെയ്യാം. നാളെയുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ശനിയും ഞായറും യോഗ വാസിഷ്ഠം ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല.